അപ്പോൾ നമ്മുടെ ഓഫ് ഡേ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ലീവാണ്, അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കനെ പുറത്തേക്ക്, അങ്ങനെ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫുൾ കാണാൻ ശ്രമിക്കാം. രാവിലെ തന്നെ നമ്മളെ സലാമിനെയും റിയാസിനെയുമാണ് കാണുന്നത്. റിയാസ് എവിടെ പോണു? ഡ്യൂട്ടി എന്ത് റിയാസ് മുഖം കാണിക്കാതെ ഫേമസ് ആവുന്നുണ്ടോ? എത്ര മണിക്ക് ഡ്യൂട്ടി? 7 മണി. ഇത്ര കാലം റിയാസ് 7 മണിക്കൊക്കെ എണീച്ചിട്ടാണ് നമ്മൾ നേരെ പുറത്തിറങ്ങിയ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ കാണുന്നത് അടുത്തതായി നമുക്ക് കാണുന്നത് നമ്മളെ മെലിറ്റാണ്. മെലിറ്റോ, ഹേ ബ്രദർ, വെരി ഗോയിങ് ഡ്യൂട്ടി. എത്ര കാലം എന്നറിയും, രാവിലെ ഒരു 6 മണി 7 മണി സമയത്തൊക്കെ എണീച്ചിട്ട് നമുക്ക് നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് വന്നല്ലേ, ഇച്ചിരടെ പോയിട്ട് ചായ കുടിക്കാമല്ലോ ആദ്യം. അപ്പൊ നമുക്ക് ആദ്യം ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി ഉണ്ടെങ്കിൽ എവിടെ പോകണമെന്ന് എൻ്റെ എനിക്കൊരു പ്ലാൻ ഇല്ല. എന്ത് ചെയ്യണം, എവിടത്തേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. കോർണിഷിലേക്ക് പോകണോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ? നടന്നിട്ടോ? എനിക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല റിയാസ്. സത്യ ബുദ്ധിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. സലാമ സലാമ എങ്ങോട്ട് പോണം? കോർണിഷ് ഒരു വട്ടം പോയിട്ട് വീടിട്ടതാ, എന്നാലും കുഴപ്പമില്ല. കോർണിഷിലേക്ക് പോവാം. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടിട്ട് കാണാം. നമുക്ക് ചായ കുടിക്കാനെത്തി. ബുക്ക് ഇവിടെ കാണും. നമ്മൾ ഇച്ചനാണ് നേരെ. ഇച്ച എന്ത് പറയുന്നത്? സുഖല്ലേ? ഇച്ച നല്ല റേഡിയൊക്കെ വാങ്ങി പാട്ടേക്കാൻ. പാട്ടല്ല വായത്. സുഹൃത്തുക്കളെ മുറിച്ചായി മങ്ങി അങ്ങനെ നേരെ നടക്കാൻ ഇറങ്ങി കോർണിഷിലേക്ക്. ഇനി തലമുട്ടാതെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ കോർണിഷിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിരിക്കുകയാണ് ഗൈസ്. എന്താലേ നാട്ടിൽ ഇങ്ങനത്തെ വേണം ഇരിക്കാനൊക്കെ, ഒരു പാർക്കൊക്കെ. പിന്നെ ഗൈസ് അങ്ങ് കാണുന്ന വേണ്ട, ഇതാണ് ഇവിടുത്തെ ഒരു ഐലൻഡ്. ഇതിനുള്ളിൽ ഇതുവരായിട്ട് കയറിയില്ല. ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകണം. ഇതിനുള്ളിൽ ബട്ടർഫ്ലൈ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം അങ്ങോട്ട് പോകണം. ഇനി ഇവിടെ കാണാനുള്ള വെച്ചാൽ ഒരു പാർട്ടി ബോട്ടാണോ എന്താണെന്നറിയില്ല സംഭവം. അങ്ങനെ ഒരു സാധനം ഇവിടെ കാണുന്നുണ്ട്. നമുക്കിതിനെ കുറിച്ചൊന്നും അത്ര വല്ല ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കാക്കുന്നില്ല. പിന്നെ കുറച്ചപ്പുറം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കയാക്കിങ് കാണാം. ഇതാണ് മക്കളെ കയാക്കിങ്. ഇവിടുത്തെ അൺലിമിറ്റഡ് കയാക്കിങ് ആണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എന്താ അറിയില്ല. നമുക്കിവിടെ അതിൻ്റെ ബോർഡൊക്കെ ഉണ്ട്, നോക്കിയൊക്കെ എത്രയാണ് റേറ്റൊക്കെ. എത്രയായാലും അൺലിമിറ്റഡ് ആവുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നാട്ടിലത്തെ പോലെ ഇത്ര ഒരു ഏരിയ വെച്ചിട്ട് അവിടെ പോയി തിരിച്ചു വരണം അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഈ സാധനമാണ് നൈറ്റ്. ഇവിടെ ഒരു വാട്ടർ ഡാൻസ് ഉണ്ടാവും രാത്രി ഒരു 7 മണി ഇങ്ങനെ ടൈം ആകുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ചെറിയ വാട്ടർ ഡാൻസ് ആവുന്നുണ്ട്. ഇത് വാട്ടർ ഡാൻസ് അല്ല കേട്ടോ, ചെടിക്ക് വെള്ളടിക്കുന്നു. എന്താ രസമല്ലേ കാണാൻ. അടിപൊളി. ഇവിടെ കാണാൻ കുറെ കാഴ്ചകളുണ്ട്. ഇതൊന്നും 2-3 മിനിറ്റിലെ വീഡിയോയിലൊന്നും ഒതുങ്ങൂല കാഴ്ചകൾ. അത് കാണുന്നില്ലേ ഈ നല്ല നല്ല ബിൽഡിങ്. ഇതൊരു കഫേന്ന് തോന്നുന്നു. ഇത്രക്കും അടിപൊളി സ്ഥലം കാണാനുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടേക്ക് ഒരു വട്ടം വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടുത്തെ വ്യൂക്ക് കാര്യങ്ങളൊക്കെ. ഇത്രക്കും അടിപൊളി ഇവിടെ. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. അത് കാണുന്നില്ലേ പക്ഷികളൊക്കെ കുളിക്കുകയാണ്. ഇതെന്തോ ഇതേത് സാധനം, അത് ഏത് പക്ഷിയാണ് എനിക്കറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യുക. പിന്നെ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ പാർക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇത് മുമ്പൊരു വീടിട്ടിരുന്നു, അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടർഫൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവാം.
ടർഫിൻ്റെ അങ്ങോട്ട് ടർഫ്. നല്ല വെയിൽ വന്നു ഗൈസ്. എൻ്റെ മുഖം നോക്കുക, അത് ഞാൻ വിയർത്ത് വിളിച്ചു. പിന്നെ അധികം നേരം ഇടുന്ന പണിയാവും. അപ്പം നേരെ റൂമിലേക്ക് വിടാം. ഇതൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കണം. ഇത് സംസാരിക്കാൻ കിട്ടുന്നൊരു റിലാക്സേഷൻ അത് വേറെ തന്നെ സുഖമായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒറ്റ കിടക്കുന്ന ഭയങ്കര ബോറാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെങ്ങൈമാരൊക്കെ വേണം. നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ച് ചെങ്ങൈമാരൊക്കെ കൂട്ടി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്ന സുഖമില്ല. അതൊക്കെ വേറെ വൈബാണ് മക്കളെ. അപ്പോൾ ഗൈസ് മകൻ റൂമിലെത്തി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ കോർണിഷിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണ്ടവർ കമൻ്റ് ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.